കാഴ്ചവെക്കുവാനും പ്രലോഭന സാഹചര്യങ്ങളെ വിട്ടകന്ന് ജീവിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ വിശുദ്ധിയുടെ പര്യായങ്ങളായി പരിലസിക്കുവാൻ തുണയായിരിക്കുകയും ചെയ്യണമേ. ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ തിരുസഭയെ അത്യന്തം സ്നേഹിക്കുകയും സകല കഴിവുകളും സഭയുടെ സേവനത്തിനായി അർപ്പിക്കുകയും ചെയ്ത വിശുദ്ധ സെബസ്ത്യാനോസേ, അങ്ങയുടെ സ്വർഗീയ മധ്യസ്ഥത്താൽ ദൈവജനത്തെ കാത്തുപാലിക്കണമേ. അമ്പുകളേറ്റ് പ്രാണവേദന അനുഭവിച്ച വേളയിലും സത്യവിശ്വാസം ഏറ്റുപറഞ്ഞ് രക്തസാക്ഷിത്വം വരിച്ച മഹാധീരനായ വിശുദ്ധ സെബസ്ത്യാനോസേ, ഞങ്ങളും സഭയ്ക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്തുകൊള്ളാമെന്ന് ഒരിക്കൽ കൂടി വാഗ്ദാനം ചെയ്യുന്നു. സഭയ്ക്കെതിരായി നീങ്ങുന്ന ശക്തികളെ സുധീരം നേരിടുവാനുള്ള ആത്മീയ ധൈര്യം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ മാതൃകയെ അനുകരിച്ച് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വർത്തിക്കുവാനും കടമകളെ വിശ്വസ്തതാപൂർവം നിർവഹിച്ച് നല്ല മരണം വരിച്ച് സ്വർഗരാജ്യം പ്രാപിക്കുവാനുമുള്ള അനുഗ്രഹം തന്നരുളുകയും ചെയ്യണമേ. ആമേൻ. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴിയായി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നവർ ഭവനം പണി പൂർത്തിയായതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു മാത്യു ചെയ്യുന്ന വേലി. ജോലി കിട്ടിയതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു മെജോ മാത്യു മാടയ്ക്കൽ. രോഗസൗഖ്യത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്റ്റെബിൻ സെബാസ്റ്റ്യൻ ചെയ്യുന്ന വേലി. ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ മറിയാമ്മ തോമസ് കൈനഗിരി, സായോൺ ക്രിസ് അജയ് കൊച്ചി, സാജു റെയ്നി എറണാകുളം, ഷാജി ജോബ് ചങ്ങനാശ്ശേരി. സർജറി വിജയിച്ചതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സാലസ് തൈക്കൽ. സുഖപ്രസവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു മേരി ഇമാക്കുലേറ്റ് തുറവൂർ. ഞങ്ങളെ അനന്തമായി സ്നേഹിച്ചുകൊണ്ട് മാനുഷിക ജീവൻ തന്നെ അനുഗ്രഹിക്കുകയും അനാദി മുതൽ യേശുവിൽ തിരഞ്ഞെടുത്ത ദൈവമക്കളാക്കിയതിന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. അത്യാഹിതങ്ങളിൽ നിന്നും പെടുമരണത്തിൽ നിന്നും അത്ഭുതകരമാം വിധം രക്ഷപ്പെടുത്തിയതിനും ശാരീരികാരോഗ്യവും മാനസിക സൗഖ്യവും നൽകി അനുഗ്രഹിച്ചതിനും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾ സ്വീകരിച്ച ജീവിതാന്തസ്സിൽ നാളിതുവരെ നിലനിൽക്കുവാൻ കഴിഞ്ഞതിനും സ്നേഹത്തിലും ഐക്യത്തിലും വസിക്കുവാൻ സാധിച്ചതിനും കുടുംബ പ്രശ്നങ്ങളെ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യുവാൻ സാധിച്ചതിനും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. അനുദിന ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ കഴിഞ്ഞതിനും നമ്മോട് പകവെച്ച് പുലർത്തിയ വ്യക്തികളോടും സമൂഹത്തോടും ക്ഷമ കാണിക്കുവാൻ കഴിഞ്ഞതിനും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, അതിവൃഷ്ടിയിൽ നിന്നും കീടബാധയിൽ നിന്നും ഭൂചലനത്തിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും പകർച്ചവ്യാധിയിൽ നിന്നും ഞങ്ങളെ സുരക്ഷിതമായി കാത്തുപരിപാലിച്ച് അനുഗ്രഹിക്കുന്നതിന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥതയിൽ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും മൗനമായി
നമുക്ക് നന്ദി അർപ്പിക്കാം. നവനാൾ ജപം. ജീവിത മാതൃകയാൽ ലോകത്തെ പ്രഭാപൂരിതമാക്കുവാൻ ക്ലേശങ്ങൾ സഹിച്ച വിശുദ്ധ സെബസ്ത്യാനോസേ, എളിമയുടെയും വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും അനുസരണയുടെയും ഉത്തമ മാതൃക അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്നുവല്ലോ. ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. അന്ധകാരാവൃതമായ ജീവിതയാത്രയിൽ ഞങ്ങളുടെ കിടാവിളക്കായിരിക്കണമേ. വിശ്വാസത്തോടും ദുഃഖഭാരത്തോടും കൂടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും മനോവേദനകളിലും രോഗങ്ങളിലും നൈരാശ്യത്തിലും നീ ഞങ്ങൾക്ക് രക്ഷാസങ്കേതമായിരിക്കണമേ. പരസ്പരം ക്ഷമിക്കുവാനും ജീവിത ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ നിർമ്മല മാനസരായി ജീവിക്കുവാനും ആശ്വാസത്തിന്റെയും നന്മയുടെയും കിരണങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായി പരിണമിക്കുവാനും കൃപയരുളണമേ. ഞങ്ങളെ അങ്ങ് സംരക്ഷിക്കുകയും നേർവഴിയിലൂടെ നടത്തുകയും എല്ലാവിധ വിപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. അപേക്ഷിക്കുന്നവരെ കൈവിടാത്ത മഹാത്ഭുത പ്രവർത്തകനായ വിശുദ്ധ സെബസ്ത്യാനോസേ, ഈ നൊവേനയിൽ പങ്കുകൊണ്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്ന പ്രത്യേക ആവശ്യം ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായുടെ സഹായത്താൽ സാധിച്ചു തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മകളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴിയായി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നവർ, രോഗസൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നവർ: നീൽ ജോൺസ് ഷിബു പന്തളം, എയോബ് ദിൽരാജ് തൃശൂർ, ദുവ മരിയം പ്രിൻസ് കൊല്ലം, ഗീത ജോസ് മോനിപ്പള്ളി, അതുൽ സാന്ദ്ര ക്ലെയർ കട്ടപ്പന, സോണി ജോർജ് കുവൈറ്റ്, അമലാൻ ഫാമിലി തിരുവനന്തപുരം, പ്രമീള റാണി തിരുവനന്തപുരം, മേഴ്സി ആൻ്റണി തിരുവനന്തപുരം, ആൻ ലിവിയ തിരുവനന്തപുരം, ഷാജി വാടക്കൽ, നിബിൻ ജോസ് മല്ലപ്പള്ളി, നിഖിൽ ജോസ്, മേഴ്സി ജോസ് മല്ലപ്പള്ളി, ജോളി പോൾ, ജോജി പാല, മേരി ജോസഫ് മരിയ പാല, ജോസഫ് അർത്തുങ്കൽ, ഏഞ്ചൽ മരിയ കരിമണ്ണൂർ, ഷൈജ പുള്ളേത്തെ. ഫിസ് രോഗം മാറുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഗ്രീഷ്മ പൊൻകുന്നം. സർജറി വിജയിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു മേരി ജോൺ അർത്തുങ്കൽ. യൂട്രസിലെ മുഴ മാറി സൗഖ്യപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഗീത മരുത്തോർവട്ടം. സംസാരശേഷി ലഭിക്കുവാനും നടക്കുവാനുമായിട്ട് പ്രാർത്ഥിക്കുന്നു നവീൻ കുവൈറ്റ്, ഹേന്നദാൻ പള്ളിത്തോട്. ഹാർട്ടിൻ്റെ ദ്വാരം സൗഖ്യപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ആദം ലൂയിസ് ആൻസൺ തൃശൂർ. കൈവേദന നടുവേദന മാറുവാനായിട്ട് പ്രാർത്ഥിക്കുന്നവർ അദിൻ അബുദാബി,
ആനി 1000 തൈ. പകർച്ചവ്യാധിയിൽ നിന്നും സംരക്ഷണം ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഫെവി കാട്ടൂർ. രോഗപീഠകളിൽ നിന്നും മോചനം കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നവർ ഡീൻ ജിജിൽ കാഞ്ഞിരപ്പള്ളി, സന്തോഷ് തോമസ് കറുകാച്ചാൽ. ശാരീരിക മാനസിക ആരോഗ്യവും സൗഖ്യവും ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നവർ റീത്താമ അർത്തുങ്കൽ, ടോം ജോസ്, റോസന്ന ജോസ് ചേർത്തല, കൊച്ചുതിരസ്യ ആലുവ, ലിനി തോമസ് ചമ്പക്കാട്ട്, സോണി സേവ്യർ തിരുവനന്തപുരം, ഫിലോമിന ജോസഫ് ഒറ്റമശ്ശേരി, ആലീസ് തോമസ്, മാർഗരറ്റ് മാത്യു പാല, ഏലമ്മ കോഴിക്കോട്, എലിസബത്ത് ജോൺ, സോളി ജോമോൺ ആലപ്പുഴ. പഠന വിജയം, പരീക്ഷാ വിജയം, അഡ്മിഷൻ കിട്ടുവാനുമായിട്ട് പ്രാർത്ഥിക്കുന്നവർ അലന ഏറ്റുമാനൂർ, അലൻ അസിൻ ജർമ്മനി, ഷാൽവിന മുളവുകാട്, മറിയം എറണാകുളം, മമത എടത്തുവ, എസക്കിയേൽ താലിക ഓറൽ ദുബായ്, ആസോൺ ബിബിൻ കുറവിലങ്ങാട്, ശ്രേയ ചേർത്തല, ദീപ കെസിയ കാട്ടൂർ, സാനിയ സേബ തോമസ് ആലപ്പുഴ, അമ്മു അമുലു പുള്ളേത്തെ, എമ ജോൺ ജോസഫ് അർത്തുങ്കൽ, ബെറ്റ്സി അർത്തുങ്കൽ, അയോണ റീതാലയം, സാൻജോ സേവ്യർ അരൂർ, ഏഞ്ചൽ തോമസ് ആലപ്പുഴ, മെർലിൻ ഷാജു കുന്നേൽ, അതുൽ അഖിൽ അക്ഷയ് ആലുവ. ഇൻ്റർവ്യൂ പാസ്സാകുവാനും ജോലി കിട്ടുവാനും ജോലി സ്ഥിരമാകുവാനും ജോലി സംരക്ഷണം ലഭിക്കുവാനുമായിട്ട് പ്രാർത്ഥിക്കുന്നവർ രാജി, യാഷിക, ലിഖിത് തിരുവല്ല, ബിജോയ് ദുബായ്, റിച്ചുമോൻ ജോസഫ് UK, സെബി ഏഞ്ചൽ UK, സെബാസ്റ്റ്യൻ തുറവൂർ, അതുൽ സിൻഡ പാലാരിവട്ടം, തോമസ് ആലപ്പുഴ, ജിജിൻ മോൻ കാഞ്ഞിരപ്പള്ളി, ലിജോ ജോർജ് കുട്ടി എരുമേലി, ജസ്റ്റിൻ ഫിലിപ്പ് തോട്ടക്കാട്, നിബിൻ ജോസ് മല്ലപ്പള്ളി, നിഖിൽ ജോസ്, ആൻസി ചെത്തി, ആൻ്റണി സക്കറിയ കുരപ്പട, റിയ ജോസഫ് പൂഞ്ഞാർ, മെർലിൻ പാല, അൽഫോൺസ ജോസ് പാല, അലൻ ജോസഫ് നെടുങ്കണ്ടം, ലിതിയ ഒറ്റമശ്ശേരി. പ്രമോഷൻ കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു അമലു ഒറ്റമശ്ശേരി. വിസ PR കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു സാന്ദ്ര കാനഡ, ടിറ്റോ തൈക്കൽ. ബിസിനസ് വിജയിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നവർ ജോമോൻ ജോൺ ആലപ്പുഴ, ചാക്കോ റാന്നി, സാജൻ എറണാകുളം, ജിനേഷ് കണ്ണൂർ, സെബാസ്റ്റ്യൻ അർത്തുങ്കൽ. സ്കൂളിൻ്റെ പ്രവർത്തന വിജയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഇൻഡോർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഹൈദരാബാദ്. മത്സ്യം കിട്ടുവാനും സംരക്ഷണം ലഭിക്കുവാനുമായിട്ട് പ്രാർത്ഥിക്കുന്നവർ സെൻറ്റ് ആൻഡ്രൂസ് വള്ളം അർത്തുങ്കൽ, മനാസെ വള്ളം അർത്തുങ്കൽ, സീക്കിംഗ് വള്ളം അർത്തുങ്കൽ, ഗായത്രി വള്ളം അർത്തുങ്കൽ, കുരിശുങ്കൽ വള്ളം അർത്തുങ്കൽ, KVM വള്ളം അർത്തുങ്കൽ, മേരിമാത വള്ളം റീതാലയം, പിറവി വള്ളം റീതാലയം, പാവനം വള്ളം തൈക്കൽ, പനഞ്ചിക്കൽ വള്ളം തൈക്കൽ, ഔസേപ്പച്ചൻ തൈക്കൽ, തിരുഹിതം വള്ളം മാരാരിക്കുളം, അത്യുന്നതം വള്ളം തിരുവനന്തപുരം, പുത്തമ്പുര വള്ളം ചെത്തി, നടയിൽ വള്ളം അർത്തുങ്കൽ, IMS വള്ളം അർത്തുങ്കൽ. ഭവനം കെട്ടിടം പണി തീരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നവർ മാർഗരറ്റ് മാത്യു പാല, തോമസ് പള്ളിത്തോട്, സെബാസ്റ്റ്യൻ ചെത്തി, ആൻസി ചെത്തി, വിലാസിനി വയനാട്, ബാബു വയനാട്, രമേശ് പാമ്പാടി. വിവാഹം നടക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നവർ കെവിൻ ബിബിൻ ചേന്നവേലി, ജോബി ബിനോയ് ഏറ്റുമാനൂർ, ഷാൻ ഷാലു ചെന്നിത്തല, ആനി തോമസ് ചെന്നിത്തല, മനു ഗ്രേസ് തിരുവനന്തപുരം, സെറിൻ വർഗീസ് ഇരിഞ്ഞാലുകുട, ജാക്കുലിൻ എബ്രഹാം, കെവിൻ പാല, ഇമാനുവൽ ഓമനപ്പുഴ, ജുബിൻ മോൾ കട്ടപ്പന, സിറിൽ തങ്കച്ചൻ ഞാറയ്ക്കൽ, മീര ജോസഫ് കോട്ടയം, ഷിജോ ആൻ്റണി ജോസ് എറണാകുളം, ബീന സ്റ്റാൻഡോ തുറവൂർ, ലിഥിയ ഒറ്റമശ്ശേരി. മദ്യപാനത്തിൽ നിന്നും ലഹരി വസ്തുക്കളിൽ നിന്നും മോചനം ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നവർ ഒലിവർ തൃശൂർ, ജോസഫ് കാട്ടൂർ, ജോസ് മാരാരിക്കുളം, പ്രകാശൻ വയനാട്. കടബാധ്യത തീരുവാനും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ലഭിക്കുവാനുമായിട്ട് പ്രാർത്ഥിക്കുന്നവർ സന്തോഷ് കാക്കനാട്, ഉണ്ണി കട്ടപ്പന, റിയ കട്ടപ്പന, ലെൻസി ലിജു വയനാട്. ദൈവകരുണയ്ക്കായും സംരക്ഷണത്തിനായിട്ടും പ്രാർത്ഥിക്കുന്നവർ ഡാനി സ്റ്റെഫി ഡാൽട്ടൺ ദുബായ്, ബിജോയ് യേശുദാസ് ദുബായ്, അരവിന്ദ് നീണ്ടൂർ, പാലക്കുഴി മാവേലിക്കുന്നേൽ കുടുംബാംഗങ്ങൾ, സൈജു ആലപ്പുഴ, തോമസ് ആൻഡ് ഫാമിലി ആലപ്പുഴ, ലയ ജോസ് കണ്ണൂർ, ആതിര ഡൽഹി, ഡയോൺസ് പാല, റോബിൻ ആൻഡ് ഫാമിലി വില്ലുന്നി, ഡോക്ടർ തോമസ് മാത്യു, വിൻസെൻ്റ് മാത്യു പാല, റോസ് കുര്യൻ പാല, സന്തോഷ് തോമസ് കറുകാച്ചാൽ, നൈസി ചാലക്കുടി, ബേബി തങ്കച്ചൻ ചേരാനെല്ലൂർ, ചാക്കോ റാന്നി, ജോർജ് കുട്ടി പൊൻകുന്നം, അനീഷ് മുളവുകാട്, മർക്കോസ് കാസർഗോഡ്, ജോർജ് രേഖ കട്ടപ്പന, സുവി ചാലക്കുടി, പ്രശാന്ത് സാനു ഓസ്ട്രിയ, നിയ മെറിൻ കരിമണ്ണൂർ, പുണ്യാളൻ വണ്ടി അർത്തുങ്കൽ.
വിവിധ നിയോഗങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നവർ, സ്ഥലപ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹാരം കണ്ടെത്തുവാനായിട്ട് പ്രാർത്ഥിക്കുന്നവർ, ദേവസി ഔസേഫ് ആൻഡ് ഫാമിലി അർത്തുങ്കൽ, ജസ്റ്റിൻ ആൻഡ് ഫാമിലി അർത്തുങ്കൽ. ജൂബിലി വർഷം ഭംഗിയായി നടക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു കൊച്ചു തെരേസ്യ ആലുവ. കേസ് വിജയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവർ അനുമോൾ കുര്യൻ മാടക്കൽ, ജോസ് മണിയം മാക്കൽ പാല. ഉദ്ദിഷ്ടകാര്യം സാധിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നവർ തോമസ് കുമ്മള്ളി, പ്രതാപ് ബാബു, ഭരത് ബാബു പാതിരപ്പള്ളി. കുടുംബവിഹിതം ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഷീല കലവൂർ. സ്ഥലം വിറ്റുകിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നവർ കാഞ്ചന ചേർത്തല, സജി ജോർജ് പത്തനാപുരം. അന്നദാനത്തിന് സഹായം നൽകിയവർ സെറിൻ വർഗീസ് ഇരങ്ങാലിക്കുട, ജോളി പോൾ പാല, കെൽവിൻ പാല, സീക്കിംഗ് വെള്ളമർത്തുങ്കൽ, ഗായത്രി വെള്ളമർത്തുങ്കൽ, മനാസെ വെള്ളമർത്തുങ്കൽ, ഷിബു അരേശ്ശേരിയിൽ റീത്താലയം, തോമസ് ഷാൻ ഷാലു, ആനി തോമസ്, വർക്കി വള്ളിച്ചിറ ആലയ്ക്കൽ, കുഞ്ഞുമോൻ തയ്യിൽ അർത്തുങ്കൽ, സെൻറ് ആൻഡ്രൂസ് വള്ളം അർത്തുങ്കൽ ഒരു വിശ്വാസി, ഗീത ജോസ് മോനിപ്പള്ളി, മിനി ജോസ് കളത്തിപ്പറമ്പിൽ ഇരിങ്ങാൽക്കുട, തോമസ് ആൻഡ് ഫാമിലി ആലപ്പുഴ, മേരി മാക്കുലേറ്റ് മാറത്തിങ്കൽ തുറവൂർ, നടയിൽ വള്ളമർത്തുങ്കൽ, ഡാനി സ്റ്റെവി ഡെൽറ്റിൻ പുന്നക്കൽ ദുബായ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രൈസ്തവ ജീവിതത്തിന് ഉത്തമ മാതൃക നൽകി ജീവൻ പരിതയിച്ച വേദസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉന്നത സ്ഥാനം ഉപേക്ഷിച്ച് ധീരമായി സേവനം ചെയ്ത വിശുദ്ധ സെബസ്ത്യാനോസെ, അങ്ങേ സ്വർഗീയ മധ്യസ്ഥതാൽ ദൈവജനത്തിന് സമാധാനവും സംരക്ഷണവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ സംരക്ഷണത്തിനായി വളരെയേറെ പീഡനങ്ങളേറ്റ് രക്തസാക്ഷിയായി തീർന്ന മഹാധീരനായ വിശുദ്ധ സെബസ്ത്യാനോസെ, അങ്ങയുടെ മാതൃക അനുകരിച്ച് വിശ്വാസത്തിന് വേണ്ടി ക്ലേശങ്ങളും ത്യാഗങ്ങളും സഹിക്കുവാനുള്ള വരമരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പകർച്ചവ്യാധിയിൽ നിന്നും അത്ഭുതകരമായ ആയിരങ്ങളെ രക്ഷിച്ച വിശുദ്ധ സെബസ്ത്യാനോസെ, അങ്ങയുടെ പ്രത്യേക മാതൃശ ശക്തിയാൽ എല്ലാവിധ ശാരീരിക രോഗങ്ങളിൽ നിന്നും മാനസിക ക്ലേശങ്ങളിൽ നിന്നും കാത്തു പരിപാലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉണർവുള്ള വിശ്വാസത്തോടെ അവിടുത്തെ നൊവേനയിൽ സംബന്ധിക്കുവാൻ ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങൾ ഏതെല്ലാം ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവോ അവയ്ക്കെല്ലാം മാർഗനിർദ്ദേശവും സഹായവും അരുളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യത്തിലും മറ്റ് ലഹരി പാനീയങ്ങളിലും മുഴുകി കുടുംബത്തിനും നാടിനും സങ്കടമായി തീർന്നിരിക്കുന്ന മക്കൾക്ക് സമ്പൂർണ്ണ വിടുതൽ നൽകി അനുഗ്രഹിക്കണമെന്ന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും സന്മാർഗത്തിൽ ചരിക്കുവാനും നന്നായി പഠിക്കുവാനും വേണ്ട കൃപ കൊടുക്കണമെന്ന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രായമായിട്ടും വിവാഹം നടക്കാതെ നിറവുകയുന്ന മനസ്സുമായി കഴിയുന്ന എല്ലാവരുടെയും വിവാഹ തടസ്സം മാറി അനുയോജ്യരായ പങ്കാളികളെ കൊടുക്കണമെന്ന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി
സമൃദ്ധമായ മത്സ്യവിളയും കാർഷിക വിളയും നൽകി ഞങ്ങളുടെ നാടിനെ ഐശ്വര്യ സമ്പൂർണ്ണമാക്കണമെന്ന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അർത്തുങ്കൽ വാഴും പുണ്യവാനേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും ലക്ഷ്യബോധത്തോടെ വ്യാപരിക്കുവാനും ആവശ്യമായ അനുഗ്രഹം നൽകി ഞങ്ങളുടെ യുവജനങ്ങളെ സംരക്ഷിക്കണമെന്ന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അർത്തുങ്കൽ വാഴും പുണ്യവാനേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. മിശ്രിത രക്തസാക്ഷിയും ദൈവജനത്തിൻ്റെ സംരക്ഷകനും മാറാരോഗങ്ങളെ നീക്കിക്കളയുന്നവനുമായ വിശുദ്ധ സെബസ്ത്യാനോസെ, ഞങ്ങളുടെ കരുണയിൽ അഭയം തേടി വന്നിരിക്കുന്ന ദാസിദാസന്മാരിൽ കനിയണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ നാടിനെയും എല്ലാവിധ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കണമേ. ഞങ്ങളുടെ മധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് ഉറപ്പുള്ള വിശ്വാസവും ക്ലേശങ്ങളിൽ സഹനശക്തിയും പ്രാപിച്ചു തരണമേ. എല്ലായ്പ്പോഴും ഞങ്ങളുടെ സഹായത്തിനെത്തുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേ ഗണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേ ഗണമേ. പീഡിതരാ ക്രിസ്ത്യാനികളെ നേടിടുവാൻ പടനായവനെ, യേശുവിൻ വത്സല പാചനമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. വിശ്വാസത്തിൻ പൊൻപ്രഭയെ വിശക്തിലെന്നും തെളിച്ചവനെ, ശക്തനാമാത്മീയ ഗുരു പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. രോഗശാന്തി
അമ്പുകളേറ്റു പിടഞ്ഞവനെ, ക്രൂരമടികൾ ഏറ്റവനെ, പ്രാണത്യാഗം ചെയ്തവനെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. അത്ഭുതവരങ്ങളാൽ നിറപ്പവനെ, അതിവത്സലനാം താതൻ നീ, നിത്യവും നിന്നെ വണങ്ങിടാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ലോകത്തിൻ പാവങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമേ നാഥാ, പാവം പൊറുക്കേണമേ നാഥാ, പാവം പൊറുക്കേണമേ. ലോകത്തിൻ പാവങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമേ നാഥാ, പ്രാർത്ഥന കേൾക്കണമേ നാഥാ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമേ നാഥാ, ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ സെബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന് ധീരത നൽകിയ ദൈവമേ, വിശുദ്ധൻ്റെ സഹായം അപേക്ഷിക്കുന്ന അങ്ങേ മക്കളുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും ജീവിത പ്രശ്നങ്ങളിൽ തുണയായിരിക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഒരിക്കലും വിശുദ്ധനോടൊത്ത് സ്വർഗരാജ്യത്തിൽ അനവരതം വാഴ്ത്തി സ്തുതിക്കുവാൻ കൃപയരുളുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. മോക്ഷകവാടം തുറക്കും രക്ഷാകരമോസ്തിയേ, ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരണം. ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടണം. സ്വർഗത്തിലെ
വണങ്ങാം. ഞങ്ങൾക്കു കൃപ നൽകിടേണം. ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗ്ഗത്തിലങ്ങേ വണങ്ങാം. ഞങ്ങൾക്ക് കൃപ നൽകിടേണം. കരങ്ങൾ കൂപ്പി ശിരസ്സുകൾ നമിച്ച് ഈ ലോകമോഹങ്ങളെക്കാൾ ഈ ലോകവിജ്ഞാനത്തെക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ഏറ്റുപാടിക്കേ. ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന. പാടാം. പരിശുദ്ധ ചേർന്ന് പാടാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന. ആരാധന 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 യേശുനാഥ. പാടാം. ആരാധന ചേർന്ന് പാടിക്കേ. ആരാധന ആരാധന യേശുനാഥ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതരം തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് ശരീരത്തെ മനസ്സിനെയും ആത്മാവിനെയും സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. തമ്പുരാന്റെ സന്നിധിയിൽ ശാന്തമായിട്ട് ഒരു നിമിഷം ഇരിക്കാം. ദിവ്യകാരുണ്യനാഥനായ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അനുഗ്രഹത്തിൻ്റെ ഈ വ്യാഴാഴ്ച ദിവസം നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ശക്തമായിട്ടുള്ള മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നവരാണ്. വിവിധ മതത്തിലും സമുദായത്തിലും ഒക്കെ പെട്ട വ്യക്തികൾ ഈ കൂട്ടത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഭാരങ്ങളും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ സങ്കടവും ഭാരവും ഒന്നും ചിലപ്പോൾ എനിക്ക് അറിഞ്ഞെന്ന് വരികയല്ല. അപ്പം എന്നെക്കാളും വേദനിക്കുന്ന, സങ്കടപ്പെടുന്ന, ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം സമീപത്തിരിക്കുക. അപ്പം നമ്മൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി കടന്നു വരുമ്പോൾ, അതിൻ്റെ പുറകിൽ ശക്തമായിട്ടുള്ള ഒരു ബോധ്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മളിവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരാശ്വാസം, ഒരനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ലഭിക്കാനായിട്ട് വഴി ഒരുങ്ങും എന്നുള്ളൊരു ഉറപ്പ്. പ്രിയപ്പെട്ടവർ, നമ്മളിങ്ങനെ ഈ ആലയത്തിൽ വന്ന് കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വചനം ഒരുറപ്പ് തരികയാണ്. നിങ്ങൾ ഏത് ദേവാലയത്തിൽ ചെന്നാലും, ഏത് ക്രൈസ്തവ ദേവാലയത്തിൽ ചെന്നാലും 100% ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. തീർത്ഥാടന കേന്ദ്രങ്ങളാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. മറിച്ച് നമ്മുടെ ഇടവക പള്ളികളിലോ സാധാരണ ദേവാലയങ്ങളിലോ ഒക്കെ കടന്നു ചെന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക്
എന്താണ് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ലഭിക്കുന്നൊരു ഉറപ്പ്, എന്താണ് ദൈവം നമുക്ക് തരുന്നൊരു ഉറപ്പ്? ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിളിലൊരു വചനഭാഗമുണ്ട്. നിങ്ങൾ ഈ വചനഭാഗം വായിക്കണം. അതിൻ്റെ ആ ശക്തമായി ബോധ്യം ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളണം. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 5:14. 1 യോഹന്നാൻ 5:14. വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, പ്രിയപ്പെട്ടവരെ. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, യേശുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. ഞാൻ വചനം ആവർത്തിക്കാം. ദൈവത്തിൻ്റെ, ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചോദിച്ചാലും നമ്മുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും എന്നതാണ് അവിടുന്ന് നമുക്ക് തരുന്ന ഒരുറപ്പ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആലയത്തിൽ കർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഉറപ്പ് ഇത് തന്നെയാണ്. ഈ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. നമ്മൾ വെറുതെ ഒന്നും സമയം ചെലവഴിക്കുകയല്ല. നമുക്ക് വേണമെങ്കിൽ ആളുകളോട് കുറേ നേരം സംസാരിച്ചിരിക്കാം, സൗഹൃദങ്ങൾ അത് പുതുക്കപ്പെടുമായിരിക്കാം. പക്ഷേ നമുക്ക് ദൈവത്തിൻ്റെ പക്കൽ ചെലവഴിക്കുമ്പോൾ ലഭിക്കുന്ന വലിയ ഒരു അനുഗ്രഹമുണ്ട്. നമ്മൾ വെറുതെ ഇരുന്നാൽ പോലും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. വീണ്ടും വചനത്തിൽ വായിക്കുന്നുണ്ട്. അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു വചനം. ഈ 2 വചനഭാഗങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. 1-ാമത്തെ വചനഭാഗം 1 യോഹന്നാൻ 5:14. പള്ളിയിലൊക്കെ കയറുന്ന സമയത്ത് ഈ വചനം വായിച്ചിട്ട് ദേവാലയത്തിലിരിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നമ്മളെ പിടികൂടുന്നുണ്ടെങ്കിൽ ഈ വചനം ഒന്ന് വായിച്ചിട്ട് കർത്താവിൻ്റെ മുമ്പിൽ വന്നിരിക്കുക. കർത്താവ് പറയുന്നൊരു കാര്യം ഇതാണ്, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നന്മയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നന്മയാണ്. മനുഷ്യൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ചിലപ്പോൾ നന്മയാണെന്ന് വരണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ മറ്റുള്ളവരുടെ തകർച്ച പോലും നമ്മൾ ആഗ്രഹിച്ചു പോകും. മാനുഷികമായൊരു പരിമിതിയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് എല്ലാവർക്കും വ്യക്തിപരമായിട്ടും നമുക്ക് നന്മയുണ്ടാകാൻ വേണ്ടിയിട്ട് തരുന്ന കാര്യങ്ങളാണ് കർത്താവ് തരിക. അങ്ങനെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചോദിച്ചാലും അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നതാണ് അവനിൽ നമുക്കുള്ള ഉറപ്പ്. 2-ാമത്തെ വചനം 37-ാമത്തെ സങ്കീർത്തനമാണ്. വചനത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക. അതിൻ്റെ 4 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി തരും. മധ്യാഹ്നം പോലെ അവിടുന്ന് നിൻ്റെ അവകാശമായിരിക്കും. കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം കാത്തിരിക്കുക, അവിടുന്ന് നിനക്ക് അഭിവൃദ്ധിയും സമൃദ്ധിയും തരും. അപ്പോൾ പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ പക്കൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉറപ്പാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ നമുക്ക് മടുപ്പ് തോന്നരുത്, ക്ഷീണം തോന്നരുത്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഞാൻ ആദ്യം പറഞ്ഞ വചനത്തിൽ അതിൻ്റെ 15-ാമത്തെ തിരുവചനത്തിൽ തുടർച്ചയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമുക്ക് കർത്താവ് നമ്മൾ ചോദിക്കുന്നത് എന്തും നടത്തിത്തരുമെന്നുള്ള വലിയൊരു ഉറപ്പ് അവിടുന്ന് നമുക്ക് നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വിശുദ്ധ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുമ്പോൾ ഈ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. നമ്മൾ തീർത്ഥാടനമായിട്ട് കടന്നു വരുന്ന വ്യക്തികളായിരിക്കാം. അവർക്ക് വെറും ഒരു യാത്രയല്ല, ഒരു ഉല്ലാസയാത്രയല്ല. ഇതുപോലെയുള്ള ഇടങ്ങളിൽ ദൈവത്തിൻ്റെ അഭിഷേകവും ശക്തിയുമുണ്ട്. പ്രാർത്ഥിച്ചാണ് നമ്മൾ അഭിഷേകവും ശക്തിയും എല്ലാം സ്വീകരിക്കാനായിട്ട് വഴിയൊരുങ്ങുന്നത്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം, അത്ഭുതകരമായ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവും വേണ്ട. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാവോ? ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തൻ്റെ പ്രത്യേക അനുഭവത്തിലൂടെ ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യത്തിൻ്റെ മാർഗം സ്വീകരിക്കണമെന്നുള്ളതാണ് കർത്താവിൻ്റെ ആഗ്രഹം. ആരും നശിച്ചു പോകരുത്, എല്ലാവരും അനുഗ്രഹം പ്രാപിക്കണം, എല്ലാവരുടെയും ജീവിതത്തിൽ നന്മയുണ്ടാകണം എന്നുള്ളതാണ് കർത്താവിൻ്റെ ആഗ്രഹം. അതുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, ഈ മാസം ജൂൺ മാസം നമ്മൾ തിരുഹൃദയത്തിൻ്റെ മാസമായിട്ട് ആചരിക്കുകയാണ്. നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്. ആ തിരുഹൃദയത്തിൻ്റെ രൂപമൊന്ന് വെറുതെ
മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. അവസാന തുള്ളി രക്തം പോലും മറ്റുള്ളവർക്ക് വേണ്ടി നൽകാൻ തയ്യാറാകുന്ന ഈശോയുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, എല്ലാം മറ്റുള്ളവർക്ക് നൽകാൻ തയ്യാറാകുന്ന ഒരു അനുഭവം. കർത്താവിന് എന്തുമാത്രം വേദന നിറഞ്ഞ അനുഭവങ്ങൾ സ്വന്തം ജീവിതത്തിൽ കാണാൻ പറ്റും. പക്ഷേ അവിടെയൊന്നും പ്രതികരിക്കാതെ അനുഗ്രഹം കൊണ്ട് കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഈശോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കൃപ കൊണ്ട്, അഭിഷേകം കൊണ്ട് നിറയ്ക്കും. അപ്പോൾ ഈ 2 വചനഭാഗങ്ങൾ മറന്നു പോകരുത്. 1 യോഹന്നാൻ 5:14, അവിടുത്തെ നാമത്തിൽ, അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് നാം എന്ത് ചോദിച്ചാലും ആ പ്രാർത്ഥന കർത്താവ് കേൾക്കും എന്നതാണ് അവനിലുള്ള ഉറപ്പ്. അവിടുത്തെ മുമ്പിൽ 37-ാം സങ്കീർത്തനം, അവിടുത്തെ മുമ്പിൽ ശാന്തമായിട്ടിരിക്കുക, വിശ്വാസത്തോടു കൂടി ആയിരിക്കുക, ഹൃദയഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചിരിക്കുക. കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം നമ്മളോടൊത്തുണ്ടാകും. ഈ തിരിച്ചറിവോടും വിശ്വാസത്തോടും കൂടെ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. മുട്ടുകുത്താം. കരങ്ങളൊന്ന് കൂപ്പിപ്പിടിക്കാവൂ. കണ്ണു തുറന്ന് ദിവ്യകാരണത്തിൽ വസിക്കുന്ന ഈശോയെ ഏറ്റവും സ്നേഹത്തോടുകൂടെ നോക്കിക്കണ്ടേ. പ്രിയപ്പെട്ടവരെ, സകല ആരാധനകൾക്കും സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിൻ്റെ പക്കലാണ് നമ്മളായിരിക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകം അതിൻ്റെ 4-ാമത്തെ അധ്യായം, അതിൻ്റെ തലക്കെട്ട് തന്നെ സ്വർഗീയ ദർശനം എന്നാണ്. വലിയ സ്വർഗീയ ദർശനത്തിൻ്റെ അനുഭവം അവിടെ യോഹന്നാൻ ശ്ലീഹയ്ക്ക് ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതേ അനുഭവത്തിലാണ് നമ്മളെല്ലാവരും. കർത്താവ് നമ്മുടെ മുമ്പിൽ ആഗതനായിരിക്കുന്നു. എന്ത് യോഗ്യതയുണ്ട് നമുക്കിവിടെ ആയിരിക്കാൻ? എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നില്ല. ആ വചനഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, സിംഹാസനത്തിൻ്റെ മുമ്പിൽ, കർത്താവിൻ്റെ മുമ്പിൽ ഭയഭക്തി ബഹുമാന ആദരവോടുകൂടിയാണ് സ്വർഗീയവാസികളും മാലാഖമാരും നിലകൊള്ളുന്നത്. ചിറകുകൊണ്ട് മുഖം മറച്ച് ഭയഭക്തിയോടെ അവർ നിലകൊള്ളുന്നു. 4:8 വചനഭാഗത്ത് അവർ പാടുന്ന ഗാനം ഇതാണ്: ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന്. പ്രിയപ്പെട്ടവരെ, അതേ വചനം യോഹന്നാൻ ശ്ലീഹ കണ്ട അതേ സ്വർഗീയ ദർശനം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ച് അതേ വചനം ഉച്ചരിച്ച് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുക. 37-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം തിരുവചനത്തിൽ വായിച്ചില്ലേ, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങളെ സാധിച്ചു തരും. സ്തുതി പ്രാർത്ഥന ദൈവത്തെ മഹത്വപ്പെടുത്തി അവിടുത്തെ ആനന്ദത്തിൽ പങ്കുചേരുന്ന അനുഭവമാണ്. ഈ തിരിച്ചറിവോടെ നമുക്ക് അപേക്ഷിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് കണ്ണുകളൊന്നടച്ച് ഈശോയെ നിങ്ങളെങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു ആ രൂപം ഒന്ന് മനസ്സിൽ കണ്ടേ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസം ഒന്ന് ജ്വലിപ്പിച്ച് ഞാൻ കർത്താവിൻ്റെ മുമ്പിലാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. പരിമിതികളും കുറവുകളും അതോടൊപ്പം തന്നെ അശുദ്ധിയും ഒരുപാട് തിന്മകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവത്തിന് കടന്നു വരാൻ സാധിക്കാത്ത പല തടസ്സങ്ങളും കുറവുകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കരുണ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് ഇടവരുത്തുന്നു. ഈ തിരിച്ചറിവോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധന ഗീതത്തോട് ചേർന്ന് ഏറ്റുപാടി ഇവിടുത്തെ അഭിഷേകം സ്വീകരിക്കാം. ചേർന്ന് പാടാം. കരം കൂപ്പി ഈശോയെ കണ്ടുകൊണ്ട് ഏറ്റുപാടാം. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോൻ സർവശക്തനും ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോൻ സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ.
സർവശക്തനും ഏറ്റുപാടാം. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോൻ സർവശക്തനും നിത്യനുമായ നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ചേർന്ന് പാടാൻ നമുക്ക് എല്ലാവർക്കും. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ഇരുകരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഈശോയെ കണ്ടലേ എല്ലാ നാമം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ അതിനെ തുറന്ന് വിളിച്ച യേശുവേ, ഹൃദയം നുറുങ്ങി വിളിച്ച യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ കൃപ നിറയട്ടെ, ശക്തി നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ ഇരുകരങ്ങളും കൂപ്പി കണ്ണുകളടച്ച് ഈ ആലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങളുടെ മനസ്സിനെ അലോസരപ്പെടുത്തിയ, അസ്വസ്ഥപ്പെടുത്തിയ, ഭാരപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. വചനം നമുക്ക് ഉറപ്പ് തരുന്നില്ലേ? അവിടുത്തെ ഹിതത്തിനനുസൃതമായി നമ്മൾ എന്ത് ചോദിച്ചാലും അവിടെ നമുക്ക് തരും. ഇതാണ് ക്രിസ്തുവിൽ നമുക്കുള്ള ഉറപ്പ്. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമെന്നുള്ളൊരു ഉറപ്പുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും, വിഷമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഒരു ഉത്തരവും കിട്ടാതെ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ പ്രതിസന്ധിയിലായിട്ടുള്ള വിഷമങ്ങൾ കാണും. മനസ്സിലൊന്ന് ഓർത്തേ, നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുത്തുന്ന വ്യക്തിബന്ധത്തിലെ ചില വിള്ളലുകൾ, നമ്മളെ ഭാരപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന, ഓർക്കുമ്പോൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ വിദ്വേഷം, നീരസമൊക്കെ വരുത്തുന്ന ചില കാര്യങ്ങളൊക്കെ കാണും. എല്ലാം കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിച്ച്, വചനം പറഞ്ഞില്ലേ, നിൻ്റെ ഹൃദയങ്ങൾ കർത്താവിന് സമർപ്പിക്കുക, ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ കർത്താവിന് സമർപ്പിക്കുക. അവിടുന്ന് അതെല്ലാം ഏറ്റെടുക്കും. നിൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് നിനക്ക് നടത്തിത്തരും. നമുക്ക് ഇന്നത്തെ ദിവസം ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. അത് രോഗപീഠകളിൽ നിന്നുള്ള വിടുതലായിക്കൊള്ളട്ടെ, മാനസികമായി വിഷമതകളിൽ നിന്നുള്ള വിടുതലായിക്കൊള്ളട്ടെ,
പ്രതിസന്ധികളിൽ നിന്നുള്ള മാറ്റങ്ങളായിക്കൊള്ളട്ടെ, എല്ലാം കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് വചനം നമുക്ക് ഉറപ്പ് തരുന്നില്ലേ? അത് വെറും ഒരു ഉത്തരമല്ല പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് സമയം കണ്ടെത്തി വില കൊടുത്ത് നമ്മൾ കർത്താവിൻ്റെ പക്കൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്നുള്ള വലിയ ഉറപ്പ് നമ്മളെ ബലപ്പെടുത്തട്ടെ. നമുക്ക് ഈ നിമിഷം ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. വചനം തരുന്ന ഉറപ്പിൽ നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഇടതുകരം മാറോട് ചേർത്ത് വെക്കുക. ഇടതുകരം മാറോട് ചേർത്ത് വെച്ച് വലതുകരം തമ്പുരാൻ്റെ നേരെ നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് ഈശോയെ മാത്രം നോക്കി മാറോട് കരം ചേർത്ത് വെക്കുന്നത് എന്നെയും എൻ്റെ ശരീരത്തെയും മനസ്സിനെയും സമർപ്പിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. കരം കർത്താവിൻ്റെ നേരെ നീട്ടുന്നത് ഞാനെങ്കിൽ ആശ്രയിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. വിശ്വാസത്തോടെ ഈശോയിൽ മാത്രം ശ്രദ്ധയൂന്നി എല്ലാ പ്രിയപ്പെട്ടവരും അധരം തുറന്ന് ചേർന്ന് പ്രാർത്ഥിക്കണം. ആരും നിശബ്ദരായി നിലകൊള്ളരുത്. എല്ലാ പ്രിയപ്പെട്ടവരും വിശ്വാസത്തോടെ ഏറ്റു പ്രാർത്ഥിച്ച് കർത്താവായ യേശുവേ, രക്ഷകനായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു, അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു. അങ്ങന്റെ നാഥനും രക്ഷകനുമെന്ന് ഏറ്റുപറയുന്നു. ഈശോയെ, അങ്ങയുടെ വചനത്തിന്റെ ശക്തിയാൽ വാഗ്ദാനങ്ങളുടെ യോഗ്യതയാൽ അങ്ങയുടെ അമൂല്യമായ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ എല്ലാ തടസ്സങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പാപബന്ധനങ്ങളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സകലരെയും അങ്ങ് ഏറ്റെടുക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ എന്നെ ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളും യാചനാപൂർവം പിടിച്ച് കണ്ണുകളടച്ച് നിങ്ങളുടെ ഇടത്തും വലത്തും മുമ്പിലും പിമ്പിലും ഒക്കെ ഒരുപാട് പേരുണ്ട്. പരസ്പരം ശ്രദ്ധിക്കരുത് പ്രിയപ്പെട്ടവര്. ഈശോയെ ഉള്ളിൽ കണ്ടുകൊണ്ട് കർത്താവ് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ആശ്രയത്വത്തെ, നാം പ്രകടമാക്കുന്ന എല്ലാ നമ്മുടെ ജീവിതത്തിൻ്റെ സമർപ്പണത്തെ ഏറ്റെടുത്ത് ഇപ്പോൾ നമ്മൾ അനുഗ്രഹിക്കുകയാണ്. വിശുദ്ധാത്മാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മാലാഖമാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും വിശുദ്ധ അന്ത്രയോസിൻ്റെയും നമ്മുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും ശക്തമായ മാധ്യസ്ഥം ഈ ആലയത്തിൽ നമ്മുടെ കൂടെയുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഇരുകരങ്ങളും യാചനാപൂർവം പിടിച്ച് വിടർത്തിപ്പിടിച്ച കരങ്ങളിൽ നമ്മുടെ നിയോഗം, തടസ്സം, ഭാരം, ഏത് പ്രതിസന്ധിയാണോ അത് കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിച്ച് കണ്ണുകളടച്ച് വചനം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. 1 യോഹന്നാൻ 5:14 അവിടുത്തെ ഹിതാനുസാരം നിങ്ങൾ എന്ത് ചോദിച്ചാലും അവിടുന്ന് പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ഉറപ്പിൽ എല്ലാ മക്കളും സമീപത്തായിരിക്കുന്ന ഒരു 3 പേർക്കെങ്കിലും കേൾക്കാവുന്ന ശബ്ദത്തിൽ അതരം തുറന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. അതരം തുറന്ന് സ്തുതിക്കട്ടെ. ഹൃദയം സമർപ്പിച്ച് സ്തുതിക്കട്ടെ. അഭിഷേകം ഉണ്ടാകട്ടെ, അഭിഷേകം ഉണ്ടാകട്ടെ, ശക്തി ഉണ്ടാകട്ടെ, വിടുതൽ ഉണ്ടാകട്ടെ, കൃപ പറയട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഭാഷാപരമുള്ള മക്കൾ ഭാഷാപരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ ഇപ്പോൾ എല്ലാ ബന്ധനങ്ങളും ഒഴിക്കണേ കർത്താവ്, തുറക്കണേ കർത്താവ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. അനേകം മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അനേകം മക്കളെ കർത്താവ് ബലപ്പെടുത്തുന്നു. അനേകം മക്കളെ കർത്താവ് സൗഖ്യത്തിന്റെ അനുഭവത്തിലേക്ക് നയിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ഏറ്റുപാടിക്കേ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗീയ വാസികളാണ് എല്ലാ നാവും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഇത് അഭിഷേകത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയും നിമിഷമാണ്. മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന പ്രിയപ്പെട്ടവര് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയുടെ സമാപനമല്ല, ഈശോ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും അടുക്കലേക്ക് വ്യക്തിപരമായിട്ട് കടന്നു വന്ന് അനുഗ്രഹിക്കാൻ പോവുകയാണ്. നമ്മളെല്ലാവരും കർത്താവിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു വരും. നീ ആരാണെന്നോ നിന്റെ ജാതിയോ മതമോ നിന്റെ സമുദായം ഒന്നും ഇവിടെ പ്രസക്തമല്ല. നീ വിശ്വസിക്കുന്നോ, കർത്താവിൻ്റെ അഭിഷേകം, കൃപ നിന്റെ ജീവിതത്തിലേക്ക് നിറയപ്പെടും. ഈ ബോധ്യത്തോടുകൂടെ ഇവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. നമുക്ക് ഒരുങ്ങി കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് പ്രാർത്ഥിക്കാം. സാഷ്ടാംഗം വീഴുവാൻ ഏറ്റവും മഹത്തായ ഉദാശയെ നിയമത്തിൽ കർമ്മങ്ങൾ വന്നല്ലോ, പൂർവികം സാധനം മാറി നിൽക്കൂ. ഇന്ദ്രിയങ്ങൾക്കിടും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസം ദിവ്യദീപ്തി. ദൈവപിതാവിനും തന്നേകജാതൻ സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവിനും ഔവീകം നിസ്തുലം സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാകുന്നു വാഴുക ത്രിത്വൈക ദൈവമായി. സ്വർഗത്തിൽ നിന്ന് അവർക്കൊപ്പമേകിയല്ലോ, എല്ലാ സ്വാതന്ത്ര്യം ജനപ്പമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേങ്ങേ പുത്രന്റെ പീഡാസഹനത്തിന്റെ സ്മാരകമായി വിസ്മയാഹമായി കൂദാശങ്ങൾക്ക് നൽകിയല്ലോ. ഞങ്ങളുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അവിടുത്തെ തിരുശരീരത്തിൻ്റെയും തിരക്തത്തിൻ്റെയും ദിവരഹസ്യങ്ങൾ ഇന്ന് വണങ്ങുവാൻ അനുഗ്രഹമരണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഏത് മേഖലയിൽ ദൈവാനുഗ്രഹം, ദൈവാഭിഷേകം വേണം. കഴിഞ്ഞ നിമിഷങ്ങളിലൊക്കെ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ കൂട്ടത്തിൽ ഒരുപാട് പേര് മനസ്സ് നുറുങ്ങുന്ന അനുഭവത്തോടെ കടന്നു വന്നിട്ടുണ്ട്. ആഴമേറി നിങ്ങളുടെ മുറിവുകളെ കർത്താവിനെ പരമേൽപ്പിച്ച്, സാമ്പത്തിക മേഖലയിലെ ശക്തമായിട്ടുള്ള പ്രതിസന്ധി നിമിത്തം ഒരുപാട് നിരാശയിൽ വീണുപോയ മക്കളും ഈ കൂട്ടത്തിലുണ്ട്.
നിങ്ങളൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരെ, ഇത് അത്ഭുതത്തിൻ്റെ നിമിഷമാണ്. വ്യക്തിപരമായിട്ട് ഈശോ നിങ്ങളുടെ കണ്ണുനീര് ഏറ്റെടുത്ത് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കാൻ പോവുകയാണ്. തടസ്സപ്പെട്ട് കിടക്കുന്ന മേഖലകൾ കർത്താവ് അഴിക്കും എന്നുള്ള വലിയൊരു ഉറപ്പുണ്ടാകട്ടെ. വീണ്ടും വചനം ഓർമ്മപ്പെടുത്തുന്നു. 1 യോഹന്നാൻ 5:14. അവിടുത്തെ ഹിതാനുസാരം എന്ത് നാം ചോദിച്ചാലും അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് യേശുവിൽ നമുക്ക് ഉറപ്പുണ്ട്. ഇതാ ഈശോ തമ്പുരാൻ നമ്മളെ തൊട്ട് അനുഗ്രഹിക്കാൻ പോകുന്നു. ഏത് മേഖലയിൽ ദൈവാനുഗ്രഹം വേണം ആ മേഖലകൾ നമുക്ക് എല്ലാവർക്കും സമർപ്പിക്കാം. സാധിക്കുമെങ്കിൽ ഇരുകരങ്ങളും ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ച് ദിവികാരണത്തിൽ വസിക്കുന്ന ഈശോയെ മാത്രം നോക്കി, നിങ്ങളുടെ ഇടം വലമൊന്നും നോക്കരുത് പ്രിയപ്പെട്ടവരെ. ലജ്ജ കൂടാതെ, മടുപ്പ് കൂടാതെ എല്ലാ പ്രിയപ്പെട്ടവരും അധരം തുറന്ന് വിശ്വാസത്തോടെ ഒന്നുരുവിട്ട് പ്രാർത്ഥിച്ചേ. യേശുവേ 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 യേശുവേ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ, അധരം തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശ്വരാധന ഈശ്വരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശ്വരാധന ഈശ്വരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ഈശോയേ ആരാധന ആരാധന ഈശ്വരാധന ഹല്ലേലൂയ 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 അനുഗ്രഹിക്കണേ കർത്താവേ, ശക്തിപ്പെടുത്തണേ കർത്താവേ, വിടുതൽ നൽകണമേ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നീ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നീ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് നേരം യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധനായ